അസ്സലാമു സ്റ്റേജിലെ നേതാക്കളിൽ വന്ദിനമർപ്പിച്ച് പുണ്യസദസ്സിന്റെ പ്രേക്ഷകരിൽ അഭിവാദ്യങ്ങൾ നേർന്ന് ആമുഖം മാറ്റിവെച്ച് ഈ വൈകിയ വേളയിൽ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. നാം മുസ്ലിം ലോകമെന്ന് മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ആപൽകരമായ വീഴ്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സദസ്സ് എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. നാടും നഗരവും എന്ന നവീകരണ കമ്മീഷന്റെയും സച്ചാറിന്റെയും പേരിൽ ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കുമ്പോൾ പഠിക്കാത്ത ഈ സമൂഹത്തിന് ഈ റിപ്പോർട്ടുകൾ കൊണ്ടെന്താണ് ഈ നേട്ടം? ഇനി മറ്റൊരു വശത്തു കൂടെ ചിന്തിച്ചാൽ ഭൗതിക വിദ്യാഭ്യാസം എന്നാകെ താറുമാറായിരിക്കുകയാണ്. ദുർഗന്ധങ്ങൾ വമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദങ്ങളിലും തീവ്രവാദങ്ങളിലും നാം ഏറെ കാണുന്നതും വിദ്യാസമ്പന്നരെയാണ്. ചാറ്റിങ്ങും ഡേറ്റിങ്ങും ബോയ്ഫ്രണ്ടും ഇല്ലാത്ത ക്യാമ്പസുകളുണ്ടോ ഇന്ന്? ഇവയെല്ലാം സ്റ്റാറ്റസിന്റെ സിംബലുകളായിട്ടാണ് അവർ കാണുന്നത്. ഇന്നത്തെ ക്യാമ്പസുകളിലെ ചൂടേറിയ ചർച്ച PMS പെർമേരിയൽ സെക്സിനെ കുറിച്ചാണ്. ചൊവ്വയും പ്ലൂട്ടോയും കീഴടക്കിയ മനുഷ്യൻ അതിലൂടെ സെട്ടാവായ അല്ലാഹുവിനെ കണ്ടെത്തുന്നതിന് പകരം അതിൽ കയറി എങ്ങനെയാണ് മനുഷ്യന്റെ തലയ്ക്ക് ബോംബ് വർഷിപ്പിക്കേണ്ടത് എന്നാണ് അവർ ബൈനോക്കുലർ വെച്ച് നോക്കുന്നത്. പിന്നെങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കുക? എന്നാണ് ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ തുടക്കം തന്നെ. മൂല്യമില്ലാത്ത വിദ്യാഭ്യാസമാണ് എവിടെയും കാണാൻ സാധിക്കുക. സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസം പൂർണ്ണമാവുകയില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനെ കുറ്റവിചാരണ നടത്തി ജയിലിലടച്ച ക്രിസ്തീയ സമൂഹത്തിനു മുന്നിൽ നമുക്ക് ഖുർആനിന്റെ പ്രഖ്യാപനം ഉറക്കെ പറയാൻ കഴിയണം. പ്രപഞ്ചത്തിന്റെ വൈപുത്യത്തെ കുറിച്ച് ചിന്തിക്കാനാണ് ഖുർആൻ പറയുന്നത്, ചിന്തിക്കുന്നവനെ ജയിലിൽ അടക്കാനല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം ഒരു കാലത്ത് വിജ്ഞാന നഭോമണ്ഡലത്തിലെ രാജതേജസ്സായി ഓജസ്സായി വിരാജിച്ചിരുന്നു. ദ മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന ബുക്കിൽ പറഞ്ഞതുപോലെ അറബികളിലായിരുന്നെങ്കിൽ ആധുനിക യൂറോപ്യൻ സംസ്കാരം തന്നെ ഉടലെടുക്കുമായിരുന്നില്ല. മുസ്ലിം സ്പെയിനിന്റെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ കട്പടത്തി കോപ്പിയടിച്ചതല്ലാതെ യൂറോപ്പ് സ്വന്തമായി എന്താണ് നേടിയത്? ഇന്ന് ആറ്റമിക് എനർജിയുടെ പേരിൽ വീമ്പിളക്കുന്ന സകല വിജ്ഞാനങ്ങളുടെയും പാറ്റന്റ് സ്വയം അവകാശപ്പെടുന്നവർ ഭൗതിക വിദ്യാഭ്യാസത്തെ സാംസ്കാരിക അധപതനത്തെ പ്രോത്സാഹിപ്പിച്ചവരല്ലേ? ഇവരുടെ സാമ്പത്തിക വിദ്യ കൊണ്ടൊന്നുണ്ടായി ലോകത്ത് പലിശപ്പണവും ബ്ലേഡ് കമ്പനികളും വർദ്ധിച്ചു. സാങ്കേതിക വിദ്യ കൊണ്ടൊന്നുണ്ടായി ലോകത്തിന്റെ മുക്കുമൂലകളിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ അരുങ്കള ചെയ്യപ്പെട്ടു. ഇവരുടെ സാഹിത്യ വിദ്യ കൊണ്ടൊന്നുണ്ടായി ശ്രീ വിമോചനയായി ചമയുന്ന ജാരസന്തതിയുടെ മാതാവായ അസുറാന അമ്മാനിയെ പോലോത്ത പുളിച്ചു നാറിയ സാഹിത്യകാരികളെ നാം സഹിക്കേണ്ടി വന്നു. വിദ്യാഭ്യാസം ഇന്ന് അതിരുകൾ ഭേദിച്ചു ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉത്സാഹത്തിലേക്ക്, മഹാസാഗരത്തിന്റെ ആഴിയിലേക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലേക്ക്, ചൊവ്വാഗ്രഹത്തിലേക്ക്, ഗാലക്സിയിലേക്ക് എല്ലാമറ്റിൽ നിന്നിട്ടും മനുഷ്യനെ പറ്റി ചിന്തിച്ച മാനവിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാനാവുന്നില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരുടെ ഞാനൊന്ന് പറയട്ടെ, കേവലം വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം നേടാനാവില്ല. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അബ്ദുൽ ഇസ്സത്തിനെ മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന മതവിജ്ഞാനം സംരക്ഷമാവുമ്പോഴേ അത് അർത്ഥവത്താവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ ഇറാഖ് തീരത്തിലെ കാന്റനായി ജനിച്ചിരുന്ന വിശ്വപ്രവാചകന് ലഭിച്ച ദൈവിക സന്ദേശത്തിന്റെ പ്രാചല പ്രാരംഭം കുറിക്കാൻ നിന്നെ സൃഷ്ടിച്ച് നിന്റെ റബ്ബിന്റെ നാമധേയത്തിൽ നീ വായിക്കുക എന്ന മാർത്തായി സ്വത്വം തെരഞ്ഞെടുക്കപ്പെട്ടത്. എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, പഠനം എന്തിനു വേണ്ടിയായിരിക്കണം എന്നെല്ലാം ഈ മാർത്തായി സ്വത്വം തോന്നിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അവസരത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആധുനിക പരിപ്രേക്ഷ്യത്തിൽ ആരിലും വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത നിയലിക്കുന്നില്ല. നാം നമ്മുടെ കേരളം എടുക്കുക. വിസ്തീർണത്തിൽ അല്പം പുറകോട്ട് പോയി 23ാം സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇവിടുത്തെ സാക്ഷരതയുടെയും പൈതൃക മഹിമയുടെയും ഗരിമ മാലോകരിലെത്തിക്കാൻ നമ്മുടെ ജനകീയന്മാരും പേനയുണ്ടികളും അതര വ്യായാമക്കാരും എത്ര സമയവും ഊർജവുമാണ് ചെലവഴിക്കുന്നത്. അതെ, സാക്ഷരതയിൽ നമുക്ക് 1ാം സ്ഥാനമുണ്ട്. മഹിതമായ ഒരു മലയാള സംസ്കാര പാരമ്പര്യവുമുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ധാർമ്മികമായി നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജുഡീഷ്യറിയെയും ഭരണഘടനയെയും വെല്ലുവിളിച്ച സിസ്റ്റർ അഭയ പ്രോബ്ലവും സ്ത്രീത്വമെന്ന മാനീയ സങ്കല്പങ്ങൾക്കൊരു ഡിമെൻഷനില്ലെന്ന് ആക്രോശിച്ച സൂര്യനിലേക്ക് വിദൂരയും സഹജീവികളുടെ മജ്ജയും കൊടിയുടെയും ജാതിയുടെയും നിറം നോക്കി അംഗം വെട്ടുന്ന മാറാട്, നാദാപുരം കലാപം തുടങ്ങി സാമൂഹിക പ്രശ്നങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് ഉപരിസൂചിത മലയാള മണ്ണിലാണെന്ന് നാം
ഓർക്കുക. എന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധ ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കട്ടെ. തന്റെ ഭാര്യയിൽ തനിക്ക് പിറന്ന 17 കാര്യമകൾ തന്റെ ലൈംഗികാവശ്യത്തിന് അവകാശപ്പെട്ടതാണെന്നോ കോടതി മുറിയിൽ നിർലജ്ജം വിളിച്ചു പറഞ്ഞ നീലഗിരിയിലെ അയ്യപ്പനെ നാം വായിച്ചു കേട്ടും അറിഞ്ഞില്ലേ? ഉത്തർപ്രദേശിലെ നോയിഡയിലെ നിദാരി ഗ്രാമം ഇന്ന് അന്തർദേശീയ തലത്തിൽ ഇഷ്യൂവായി മാറിയതിന് കാരണമെന്താണ്? ബിസിനസിലൂടെ ലോകസഞ്ചാരിയായി ഉലകം ചുറ്റുന്ന മഹേന്ദർ സിംഗ് പാന്തറും വിശ്വസ്ത കൂട്ടാളിയായ സുരീന്ദർ കോഹ്ലിയും ചേർന്ന് ജീവിതത്തിലേക്ക് പിച്ചവെക്കുന്ന 20ഓളം കുഞ്ഞുങ്ങളെയാണ് തന്റെ എങ്കിലങ്ങൾക്ക് വിധേയമാക്കി അമ്മ പുരിയിലേക്ക് തള്ളിവിട്ടത്. ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ് സേവന നിരതരാവേണ്ട നമ്മുടെ 11 എംപിമാരാണ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി വൻകിടക്കാരിൽ നിന്നും കോഴ വാങ്ങിയത്. ഇത് നമ്മുടെ ദേശീയ കാര്യമാണെങ്കിൽ അന്താരാഷ്ട്ര മേഖലകളിൽ ഇറാൻ, അഫ്ഗാൻ, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പാവപ്പെട്ട സിവിലിയന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കുന്ന ബുഷ്, ബ്ലെയർ, അച്യുതന്റെ കിരാത നടപടികൾ എത്ര ലജ്ജാവഹമാണ്. ഓ സമൂഹമേ, നാം ചിന്തിക്കണം. ഇവിടെ പരാമർശിച്ച വ്യക്തിത്വങ്ങളിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിൽ വല്ല കുറവുമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എല്ലാവർക്കും ബിരുദവും ബിരുദാനന്തര ബിരുദവുമുണ്ട്. എന്നാൽ എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്? നാം പരിശോധിക്കേണ്ടതുണ്ട്. നന്മ പ്രശോഭിക്കേണ്ട നമ്മുടെ ക്യാമ്പസുകളിൽ അധ്യാപകരെ ഗൗരവോ ചെയ്യുന്ന പ്രവണത വിദ്യാർത്ഥികളിൽ അമിതാവേശമായി കണ്ടുവരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് 30% വിദ്യാർത്ഥികളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ വാർത്താലേഖകർക്ക് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാനൊന്ന് പറയട്ടെ. വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞത്, വിജ്ഞാനം ഒരു വിശ്വാസിക്ക് കളഞ്ഞുപോയ മുത്താണ് എന്നാണെങ്കിൽ വിശ്വചിന്തകനും വിദ്യാഭ്യാസ പ്രശിക്ഷണനുമായ ബട്ട്ലർ പറഞ്ഞത്, വിദ്യാഭ്യാസം ഒരു കൊച്ചു കാട്ടാളനെ മനുഷ്യനാക്കി പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ എന്നാണ്. ഇത് എത്ര ശരി? ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ ശക്തമായ ഇടപെടലുകൾ അനിവാര്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പുതിയ കാലത്തെ തിരുത്തുവാൻ സംഘബലത്തിന്റെ വിപ്ലവഗാഥകൾ തീർത്ത് ജ്വലിക്കുന്ന മാതൃകകളായി മുന്നേ നടക്കാൻ കേരളത്തിന്റെ ധർമ്മസംഘമുണ്ട്. കാരിരുമ്പിന്റെ വിശ്വാസവും നിസ്വാർത്ഥതയുടെ വേർപ്പുതുള്ളികളും പർവ്വതത്തിന്റെ കരുത്തുമുള്ള ഈ വിപ്ലവ സംഘം അനീതിയുടെ ഉരുക്കുചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അക്രമികളുടെ, ധിക്കാരികളുടെ, ചൂഷകരുടെ നരിമടകളിൽ ഭീതി വിതറി ജയിച്ചടക്കുകയാണ്. ഓരോ തുള്ളിയിലും ജ്വലിച്ചു നിൽക്കുന്ന സമരാവേശത്താൽ പുതുയുഗപ്പിറവിക്കായി ഇതാ ഈ ധർമ്മസംഘം